ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 6 നൂലെടുത്തിട്ടുണ്ട്, ഒരറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് ലീഫിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലീഫിൻ്റെ മുകൾ വശത്ത് സൂചി കുത്തിയെടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് സെൻറ്ററിലേക്ക് കുറച്ച് താഴേക്ക് ഇറക്കിയിട്ട് സൂചി താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് സൂചി കുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ വരച്ച പോയിന്റിലേക്കായിട്ട് തന്നെ കുത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മുകളിൽ നിന്നും പടി പോലെ താഴേക്ക് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ സെൻറ്ററിനകത്ത് ഒരു പോയിന്റിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടായില്ല ആദ്യം, അതിൻ്റെ അടിയിലേക്കാണ് അടുത്ത സ്റ്റിച്ച് ഇറക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് സൂചി കുത്തിയെടുക്കണം ഇതുപോലെ തന്നെ. അതിന് ശേഷം നമ്മൾ ആദ്യം കുത്തിയ പോയിന്റിൻ്റെ അടിയിലേക്ക് തന്നെ കറക്റ്റായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സിമ്പിളാണ് കേട്ടോ. കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്യുക. ആദ്യം നമ്മൾ മുകളിൽ നിന്നും കുറച്ച് താഴേക്ക് സൂചി കുത്തി കൊടുക്കണു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ആദ്യം കുത്തിയ ലൈനിൻ്റെ അടിയിലേക്കായിട്ട് സൂചി ഇറക്കി കൊടുക്കണം. അതിനുശേഷം റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇതുപോലെ തന്നെ നമ്മളൊരു സ്റ്റിച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഫിഷ് ബോൺ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ലീവ് സ്റ്റിച്ചിൻ്റെ അടിഭാഗം ലീവ് സ്റ്റിച്ച് പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഫിഷ് ബോൺ സ്റ്റിച്ചിൻ്റെ അടിഭാഗത്ത് ഒരു വര പോലെ നടുവിൽ കാണാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിഷ് ബോൺ ചെയ്യാം, ചെറിയ സാധാരണ ഇലകൾക്കൊക്കെ നമുക്ക് ലീവ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് റിങ്ങിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലീഫിൻ്റെ ഡിസൈനാണ് ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ നൂലൊക്കെ എടുത്ത് ആദ്യം ലീഫിൻ്റെ മുകൾ വശത്ത് കുത്തിയെടുത്തിട്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിനകത്ത് ഒരു വര ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ആദ്യം നമ്മൾ കറക്റ്റ് ആ സെൻറ്ററിലേക്ക് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് കുത്തി കൊടുക്കണം. മുകളിൽ നിന്ന് അടിയിലേക്ക് നമ്മൾ കുത്തി കൊടുക്കണം. ഒരുപാട് സെൻറ്ററിലേക്ക് ആക്കാണ്ട് മുകളിലേക്കായിട്ട് തന്നെയാണ് കുത്തണത്. താഴെ കറക്റ്റായിട്ട് സെൻറ്റർ എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ആ വരച്ച ലൈനിൽ കൂടെ തന്നെ സൈഡിലേക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പടി പോലെ വരണം. അടിയിലേക്കായിട്ട് സെൻറ്റർ ഭാഗം ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കണം. മുകളിലും ഇതുപോലെ തന്നെ സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ഭാഗം ഒരില സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഇല മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരില ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡ് കാണാം കേട്ടോ. ബാക്ക് സൈഡ് കറക്റ്റ് ഈ ലീഫ് സ്റ്റിച്ച് എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും ബാക്ക് സൈഡിൽ ലീഫ് സ്റ്റിച്ച് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഫിഷ് ബോൺ സ്റ്റിച്ച് നമ്മൾ നേരത്തെ കണ്ടത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ബാക്കിൽ സൈഡിൽ കറക്റ്റ് ഒരു വര പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് അങ്ങനെയൊന്നും കാണില്ല കേട്ടോ. ഇതിൽ നമ്മൾ കറക്റ്റ് അടിഭാഗം അതുപോലെ തന്നെ ഇരിക്കും. ആ കെട്ട് മാത്രം സെപ്പറേറ്റ് കാണുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലീഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകൾക്ക് സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റെം സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. തണ്ടുകൾക്ക് നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ലീവ് സ്റ്റിച്ച്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.